ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു റവ പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് റവ പായസം തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ നന്നായിട്ട് ഉരുക്കി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കശുവണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കശുവണ്ടിയെല്ലാം വറുത്തെടുക്കാനായിട്ട്. കശുവണ്ടിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുക്കണം. കശുവണ്ടി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കശുവണ്ടിയും ഉണക്കമുന്തിരിയും മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതേ നെയ്യിലേക്ക് തന്നെ 1/4 കപ്പ് റവ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ നെയ്യിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. റവയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാട്ടോ. ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നല്ലോണം തിളപ്പിച്ചെടുക്കണം. തുടരെ ഈ പായസം ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ പായസത്തിന് ചെറുതായിട്ട് തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഈ പായസം തയ്യാറാക്കാൻ ശ്രദ്ധിക്കണേ, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ റവ പായസം നല്ലോണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചൂടാറി കഴിയുമ്പോൾ ഈ പായസം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള റവ പായസം തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതേപോലെ എല്ലാവരും ഒന്ന് റവ പായസം തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക കൂടി ചെയ്യണം കേട്ടോ. കൂടാതെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.